ഹലോ ഈ ശാന്തിയുള്ള ദിനേശനും രേണുസുതിയുള്ള വിഷയം എവിടെ എത്തിയിട്ടില്ല. അതിങ്ങനെ ലൂപ്പ് പോലെ പിന്നെ പൊക്കോണ്ടിരിക്കുവാണ്. ആദ്യമേ ശാന്തിവിള ഒരു വീഡിയോ ചെയ്യും, രേണുസുതി തന്നെ മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെയും ശാന്തിവിളയുടെ ഒരു എക്സ്പ്ലനേഷനാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് പേര് പറയാതെ ഒരു ഉർവശി നടി എന്ന രീതിയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ള കാര്യം മനസ്സിലായി കാണും, രേണുവിനെ തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു പരിപാടിയാണ്, താരബലം എന്നാണ് എൻ്റെ പേര്. ഏകദേശം ഞായറാഴ്ചയാണ് എല്ലാ ഈ സിനിമാ നടന്മാർ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചെല്ലാം തന്നെ പറയുന്നൊരു പരിപാടിയാണത്. അതിനകത്താണ് രണ്ട് പേരെക്കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്തു പോയത്. അതിനകത്ത് ഒന്ന് ഒരു അവതാരികനെ കുറിച്ച് പറഞ്ഞതും രണ്ടാമതാണ് രേണുവിനെ കുറിച്ച് പറഞ്ഞതും. അതിന് പുള്ളിക്കാരൻ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്, തേങ്ങ കട്ടവൻ്റെ തലയിൽ ഒരു ചകിരിനാരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ രേണുസുതി തപ്പി നോക്കി എന്നാണ്. അതായത് പുള്ളിക്കാരി ഇതുപോലെ ദുബായിലേക്ക് പോയിട്ട് പല പരിപാടിയൊക്കെ തന്നെ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അവതാരിക താനാണെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നതെന്നാണ് ശാന്തിവിള പറയുന്നത്. പിന്നെ വെറും 34 വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ താൻ കിളവി എന്ന് വിളിക്കാൻ തനിക്ക് നാണമില്ലാടോ. ശാന്തിവിള അപ്പൂപ്പ എന്ന് വിളിച്ചുകൊണ്ട് രേണുസുതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ പുള്ളിക്കാരൻ പറയുന്നത്, ഈ അപ്പൂപ്പ എന്ന് വിളിക്കുന്നത് അത്ര ഒരു തെറ്റൊന്നുമല്ല, എനിക്കതിനുള്ള പ്രായമായിട്ടുമുണ്ട്, നിനക്കൊക്കെ അപ്പൂപ്പൻ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ലെന്നുമാണ്. പിന്നെ അച്ഛ എന്നും മാമ എന്നും വിളിക്കാത്തത് എന്തുകൊണ്ട് ഭാഗ്യമായിട്ട് തോന്നി. കാരണം ഞാൻ നിന്റെ അച്ഛനായിരുന്നെങ്കിൽ നിന്നെയൊക്കെ പണ്ടേക്ക് വേണ്ടേ എന്താണ് ചെയ്യേണ്ടത് അതും ചെയ്തിട്ട് ജയിലിലേക്ക് പോയേനെ എന്നാണ് പുള്ളിക്കാരൻ തന്നെ പറയുന്നത്. വിദേശത്തേക്കാന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു കാലി ബാഗും തൂക്കി ഇറങ്ങും. ഇന്നലെ തിരിച്ചു വരുമ്പോൾ ഒരു ലോഡ് ബാഗുമായിട്ട് വരികയും അതിനകത്ത് പലധികം സമ്മാനങ്ങൾ ഉള്ളതുമാണ് ശാന്തിവിളയുടെ ഈ ഒരു വശത്തിന് കാരണമായിട്ട് നിൽക്കുന്നത്. പിന്നെ കുറേ സമയത്ത് കസ്റ്റമർ എന്നും ബ്രോക്കർ എന്നും രേണുവിൻ്റെ വായിൽ നിന്ന് വന്നതും പുള്ളിക്കാരൻ്റെ നല്ല കണ്ടന്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത്രയധികം സാധനങ്ങൾ കൊടുക്കാൻ ഇവളാര് ഐശ്വര്യ റായോ മഞ്ജു വാര്യരോ ആണെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരനെ നാക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് ചെറിയ റീച്ച് വന്നാൽ തന്നെ പല ആൾക്കാരും ചെറിയ രീതിയിലുള്ള സമ്മാനങ്ങളാണെങ്കിലും കൊടുക്കുകയും ചെയ്യും. ബാക്കിയുള്ളവരൊന്നും ഉപയോഗിക്കുന്നില്ല, രേണു ആണെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പുള്ളിക്കാരി തന്നെ പറയുന്നത്. പിന്നെ കാറ് വാങ്ങിച്ചു കൊടുത്തത്, അതായത് 3 വയസ്സുള്ളൊരു കൊച്ചുണ്ട്, എന്നാൽ പിടിച്ചൊരു കാറ്. പിന്നെ രണ്ടാമത് വേറൊരു അമ്മയ്ക്കുണ്ടായത് എന്ന ലെവലിലേക്കാണ് ഈ കിച്ചുവിനെ വിളിച്ച് നാണം കെടുത്തി വിടുന്നുണ്ട്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ പുള്ളിക്കാരൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പറയുക എന്നതിലുപരി നൈസറങ്ങാട് ആൾക്കാരെ തേച്ചൊട്ടിച്ചു വിടുക എന്ന ലെവലും പുള്ളിക്കാരനുണ്ട്. പിന്നെ ഇവിടെയും പറയുന്നുണ്ട്, നീ അവിടെ ചെയ്ത ജോലി എന്താണെന്ന് എനിക്കറിയാം, ബ്രോക്കർ ആരാന്നറിയാം, ചെയ്ത പണികളും നീ ആരെയൊക്കെ പറ്റിച്ചെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒന്നുകൊണ്ട്, ഇപ്പോൾ ആ തെളിവൊന്നും തന്നെ തൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എല്ലാം ഫോണിലൂടെയുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇതിപ്പോൾ നിലനിന്ന് പോകുന്നതെന്നും പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇത് ആളിക്കത്തിക്കാനുള്ള വിഷയം തന്നെ രേണുവിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നെഗറ്റീവായിട്ടുള്ള വരുന്ന കമൻറ്റുകളും വീഡിയോസും തന്നെ ഞാൻ കാണത്തില്ല എന്നും. അതും പല ആൾക്കാരോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ രേണുവിൻ്റെയൊക്കെ യൂണിവേഴ്സിലോട്ട് പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട്. അതിന് എന്തൊക്കെയാവുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ പുതിയ വീഡിയോ നമ്പർ ബൈ.